പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും ഒരു ഞായറാഴ്ചയും കൂടെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കൾക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾ ഈ ലൈവ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുന്ന പാട്ടുകൾ, കേൾക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ പാടി ആദ്യമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സോങ്ങാണ്, എനിക്കൊരു ഉത്തമ ഗീതം, എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട് എന്നുള്ള സോങ്ങാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പാസ്റ്റർ ബ്ലസൻ മേമന പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സോങ്ങാണ്. ഈ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാൻ ഇടയായി തീരണം. എനിക്കൊരു ഉത്തമ ഗീതം പാടുവാനുണ്ട്, എൻ്റെ ദൈവത്തോട് മഹത്വം പാടുവാനുണ്ട് എന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ മഹത്വം അർപ്പിക്കാം. ഒരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. പാടുവാനുണ്ട് എൻ്റെ യേശുവിനാ എഴുതിയ ഗീതം, ഒരു പനിനീ പൂ പോലെ മൃദുലം. ചേർന്ന് പാടാമോ? എനിക്കൊരു ഉത്തമ ഗീതം, എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്, എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം, ഒരു പനിനീർ പൂ പോലെ മൃദുലം. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ താലോടുവാൻ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവെ ഞാനൊരിക്കലും നിലച്ചതില്ല. പതിനായിരത്തിലതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. എനിക്കൊരു ഉത്തമ ഗീതം, എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്, എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം, ഒരു പനിനീർ പൂ പോലെ മൃദുലം. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ചേർന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് എന്നോടുകൂടെ ചേർന്ന് പാടുവാൻ സാധിക്കുമോ? മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ച് ഓമന പേർ ചൊല്ലി എന്നെ മാറോടണച്ച് ആ യേശുവിന്റെ സ്നേഹത്തെ ഞാൻ വർണ്ണിക്കുന്നു. ചേർന്ന് പാടാം.
തുമ്പിയപ്പോൾ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർത്ഥപ്പാടനാ ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവേ പോരാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെൻ യേശുവേ ഞാനൊരിക്കലും നിലച്ചതില്ല. അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ യേശു എനിക്കൊരു ോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. ചേർന്ന് പാടാം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗം എന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി ഞാൻ കാത്തിരുന്നേ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. ഹല്ലേലൂയ. ചേർന്ന് പാടാൻ സാധിക്കുമോ എന്നോടുകൂടെ? സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നെൻ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നെൻ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവേ പോരാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവേ ഞാനൊരിക്കലും നിലച്ചതില്ല. അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ
യേശു. ചേർന്ന് പാടാം. എനിക്കൊരു ഉത്തമഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീ പൂ പോലെ മൃദുലം. ഒരു പനിനീ പൂ പോലെ മൃദുലം. ഒരു പനിനീ പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ആ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിച്ചു? ആ യേശുവിനായി നമ്മൾ ദൈവത്തെ ഏത് പാട്ട് പാടി ആരാധിക്കുന്നു എന്നല്ല, എപ്പോൾ പാടിയാലും ആ ദൈവത്തിന് നമ്മൾ സ്തുതി അർപ്പിക്കണം, ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. ഒരിക്കലും നമ്മളുടെ ഉയർച്ച, നമ്മളുടെ കഴിവ് കാണിക്കുകയല്ല, ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും. ദൈവത്തെ പാടുമ്പോൾ നമുക്ക് വീണ്ടും 1-2 സോങ്ങുകൂടെ പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. അതിനായിട്ട് സിസ്റ്റർ സ്നേഹ ക്ഷണിച്ചുകൊള്ളുന്നു. ആ പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, നീ പരിശുദ്ധൻ. അതുപോലെ എന്നെ നിത്യതയോടെ അടുപ്പിക്കുന്ന ആ ഒരു പ്രത്യാശയുടെ ഗാനമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാൻ സാധിക്കണം, എൻ്റെ യേശു വേഗം വരുന്നു എന്നെ ചേർക്കുവാൻ, എന്നെ നിത്യതയോടെ അടുപ്പിക്കുവാനായിട്ട് എൻ്റെ യേശു വേഗം വരുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാൻ സാധിക്കണം. ആ പാട്ട് പാടുവാനായിട്ട് പ്രിയ സ്നേഹ ക്ഷണിച്ചോളൂ. Praise Lord.
ഹല്ലേലൂയ. നമ്മൾക്ക് ആ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്, ആ ഒരു പ്രത്യാശയോടെയാണ് നമ്മൾ ഇപ്പോൾ ദൈവത്തിന് മഹത്വം അർപ്പിച്ചത്. വീണ്ടും ഞാനൊരു പാട്ട് പാടുവാനായിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് ചേർന്ന് പാടുന്നത്. എൻ്റെ ഒരു സഹോദരനാണ് സിയാൻ, 5 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും കൂടാണ് ചേർന്ന് പാടുവാനായിട്ട് പോകുന്നത്, ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ട് പോകുന്നത്. 2 തമിഴ് സോങ്ങാണ് നിങ്ങളുടെ മുന്നിൽ പാടുവാൻ പോകുന്നത്. ഇതിനു മുന്നേ ഈ പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ. എന്നാൽ ഒരുമിച്ച് 5 വയസ്സേ ഉള്ളെങ്കിൽ അവന് അക്ഷരങ്ങൾ തിരിയത്തില്ല. എന്നാൽ പാട്ട് പാടുമ്പോൾ അറിയാം നിങ്ങൾക്ക്. ആ ഒരു ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പാടുന്നത്. ചെറുപ്പം മുതലേ പാടുവാനായാലും അധികം മടിയില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനായാലും ചെയ്യുന്ന ഒരു പൈതലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ചേർന്ന് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ ചേർന്ന് പാടുവാൻ ശ്രമിക്കണം. 2 സോങ് പാടുവാനായി ആഗ്രഹിക്കുന്നു. അപ്പാ ഉങ്ക നാമത്തിലെ മഹത്വമുണ്ട്, അതുപോലെ എത്തനെയോ നാമങ്ങൾ ദേവനെ, യഹോവ ദേവനെ, എബനേസ പ്രഭുവെ, ഇമ്മാനുവേലിലെ യേശുവെ എന്ന് തുടങ്ങുന്ന 2 സോങ് പാടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. എത്തനെയോ നാമങ്ങൾ ദേവന്, അത്തനെയോ ഉമക്ക് പൊരുതും. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയോ ഉമക്ക് പൊരുതുമേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. യഹോവ ദേവനെ, എബനേസ പ്രഭുവേ, ഇമ്മാനുവേലരെ യേശുവേ. യഹോവ ദേവനെ, എബനേസ പ്രഭുവേ, ഇമ്മാനുവേലനെ യേശുവേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. എത്തനെയോ നാമങ്ങൾ ദേവനെ, അത്തനെയും ഉമക്ക് പൊരുതുമേ. நாமம் உள்ளவர் எங்களை காண்கிற தேவனம். எல்லோகி நாமம் உள்ளவர் எங்களை காண்கிற தேவனம். எல்லோக நாமத்தை உடையவர் என்பது அடியுன்னத தேவனாகுமே. எல்லெல்லோ நாமத்தை உடையவர் என்பது அடியுன்னத தேவனாகுமே. யெகோவா தேவனே, எபனேச பிரபுவே, இம்மானுவேலனே യേശുവേ. യഹോവ ദേവനേ, എബനേസ പ്രഭുവേ, ഇമ്മാനുവേലനേ യേശുവേ. എത്തനെയോ നാമങ്ങൾ ദേവനേ, അത്തനെയോ ഉമക്ക് പൊരുതുമേ. എത്തനെയോ നാമങ്ങൾ ദേവനേ, അത്തനെയോ ഉമക്ക് പൊരുതുമേ.
ചേർന്ന് പാടാം. അപ്പാ ഉങ്ക നാമത്തിൽ. அப்பா உங்க நாமத்திலே மகத்துவம் உண்டு. அப்பா உங்க நாமத்தில் வல்லமையுண்டு. அப்பா உங்க நாமத்தில் மகத்துவம் உண்டு. அப்பா உங்க நாமத்தில் வல்லமையுண்டு. உங்க நாமமே என் பட்டயம். உங்க நாமமே எனக்கு கேடகம். உங்க நாமமே என் பட்டயம். உங்க நாமமே எனக்கு கேடகம். உங்க நாமத்தில் விடுதலை நிச்சயம். உங்க நாமத்தில் வெற்றி நிச்சயம். உங்க நாமத்தில் விடுதலை நிச்சயம். உங்க நாமத்தில் வெற்றி நிச்சயம். யேசுவா மசீஹா மசீஹா. யேசுவா மசீஹா மசீஹா. யேசுவா மசீஹா மசீஹா. யேசுவா மசீஹா மசீஹா. ஆனாலும் உங்க நாமம் ஸ்பெஷல் நாமமே. கோடி கோடி நாமங்கள் வேண்டில உண்டு. ஆனாலும் உங்க நாம ஸ்பெஷல் நாமமே. கோடி கோடி நாமங்கள் வேண்டில உண்டு. ஆனாலும் உங்க நாம ஸ்பெஷல் நாமமே. ஜீவன் தந்து ரட்சிப்ப தந்து வாழ வச்சது உங்க நாமமே. ஜீவன் தந்து ரட்சிப்ப தந்து வாழ வச்சது உங்க நாமமே. உங்க நாமமே என் பட்டயம். உங்க நாமமே எனக்கு கேடகம். உங்க நாமமே என் பட்டயம். உங்க நாமமே எனக்கு கேடகம். உங்க நாமத்தில் விடுதலை நிச்சயம். உங்க நாமத்தில் வெற்றி நிச்சயம். உங்க நாமத்தில் விடுதலை நிச்சயம். உங்க நாமத்தில் வெற்றி நிச்சயம். யேசுவா மசீஹா மசீஹா. யேசுவா மசீஹா மசீஹா. யேசுவா மசீஹா மசீஹா. யேசுவா மசீஹா மசீஹா. அப்பா உங்க நாமத்திலே மகத்துவம் உண்டு. அப்பா உங்க நாமத்திலே வல்லமையுண்டு. அப்பா உங்க நாமத்திலே மகத்துவம் உண்டு. அப்பா உங்க நாமத்திலே வல்லமையுண்டு. உங்க நாமமே என் பட்டயம். உங்க நாமமே எனக்கு கேடகம். உங்க நாமமே என் பட்டயம். உங்க நாமமே எனக்கு கேடகம். உங்க நாமத்தில் விடுதலை நிச்சயம். உங்க நாமத்தில் வெற்றி நிச்சயம். உங்க நாமத்தில் விடுதலை நிச்சயம். உங்க நாமத்தில் வெற்றி நிச்சயம். யேசுவா மசீஹா மசீஹா. 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 യേശുവാ മസീഹാ മസീഹാ. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇത്ര നേരം ഞങ്ങളുടെ പാട്ടുകൾ കേട്ട് നിന്നു നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ തന്നു ദൈവം. വീണ്ടും നമുക്ക് അല്പസമയം ദൈവത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് പ്രിയ സിസ്റ്റർ സ്നേഹയെ ക്ഷണിച്ചുകൊള്ളുന്നു.
തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ലൈവിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം ഇടയാക്കി തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നേരം നാം പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. നാം ശരീരം കൊണ്ട് അകലെയാണെങ്കിലും നാം മനസ്സുകൊണ്ട് ഒന്നിച്ചിരുന്ന് ആ നിലനിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ ആരാധിക്കുകയായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ ഒരു കുറച്ചു നേരത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടിക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം നമുക്ക് ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. ആ വേല നമ്മൾ ചെയ്യണം. ദൈവത്തിന്റെ വചനം ഈ ഭൂലോകം ഒട്ടാകെ, ഈ ലോകത്തിന്റെ അന്ത്യം വരെയും നാം എത്തിക്കേണ്ടതിന് ദൈവം നമുക്ക് മുൻപിൽ ഒരു ഓട്ടം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ ഓട്ടം ഓടുമ്പോൾ നാം ക്ഷീണിക്കും ഇടയ്ക്ക്. പക്ഷേ ഈ ഓട്ടം ഓടുമ്പോൾ നാം ക്ഷീണിക്കാതിരിക്കേണ്ടതിന് നാം ഈ ഓട്ടത്തിന്റെ മധ്യത്തിൽ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടത്തിന്റെ മധ്യേ നാം ആരെയാണ് നോക്കേണ്ടത്? ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നാം നോക്കേണ്ടത് യേശുവിനെ ആയിരിക്കണം. പലപ്പോഴും നമ്മുടെ ഫോക്കസിംഗ് പോയിന്റ് മാറുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുന്നത്. നമ്മുടെ ഫോക്കസിംഗ് പോയിന്റ് യേശു ആയിരിക്കണം. അതിൽ നിന്ന് ലോകപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പോകരുത്. ഇതിന് ഒരു നല്ല ഉദാഹരണമാണ് പത്രോസ്. നമുക്കറിയാം ആ കഥ. ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു കടലിൻ മധ്യേ നടന്നു വന്നു. ശിഷ്യന്മാർ അത് ഭൂതമാണെന്ന് പറഞ്ഞ് യേശുവിനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പത്രോസിന് യേശു ആണ് അതെന്ന് മനസ്സിലായി. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് പത്രോസ് ആ പടകിൽ നിന്നിറങ്ങി കടലിൽ നിന്നു. എന്നിട്ട് യേശുവിനെ നോക്കി വിശ്വസിച്ചുകൊണ്ട് അവൻ 2 സ്റ്റെപ്പുകൾ വയ്ക്കുകയുണ്ടായി. പക്ഷേ എപ്പോഴാണോ പത്രോസിന്റെ ഫോക്കസ് യേശുവിൽ നിന്ന് മാറി കടലിലേക്കായത്, യേശുവിൽ നിന്ന് മാറി പ്രതിസന്ധികളിലേക്കായത്, അപ്പോഴാണ് പത്രോസിന്റെ വീഴ്ച, പത്രോസിന്റെ ഫെയിലിയർ അവിടെ ആയിരുന്നു. പത്രോസ് ഫോക്കസിങ് യേശുവിൽ നിന്ന് മാറ്റി പ്രതിസന്ധിയിൽ വെച്ചപ്പോൾ ആ പ്രതിസന്ധിയിൽ വീണുപോയി. പക്ഷേ ഈ ഓട്ടത്തിന് മധ്യയിൽ നാം ശ്രദ്ധിച്ചു നോക്കേണ്ട ആരാണ്? യേശുവിനെയാണ് നാം നോക്കേണ്ടത്. ആ യേശു നമ്മുടെ ഫോക്കസിംഗ് പോയിന്റ് ആയിട്ടിരുന്നാൽ, യേശു നമ്മുടെ ലക്ഷ്യമായിട്ടിരുന്നാൽ, നമ്മുടെ ഈ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഈ ലോകത്തിലെ നമ്മുടെ ഓട്ടം, യേശുവിന് വേണ്ടിയിട്ടുള്ള ആ ഓട്ടം, അത് നമുക്ക് ക്ഷീണിക്കുവാൻ ഇടയാകത്തില്ല. നാം ചിലപ്പോൾ ക്ഷീണിച്ചു പോകുമ്പോൾ നാം മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്, നാം ധ്യാനിക്കേണ്ടത് ആരെയാണ്? ചിന്തിക്കേണ്ടതല്ല, ധ്യാനിക്കേണ്ടത് ആരെയാണ്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും, ഈ ഭൂമിയിലെ ജീവിതം നയിച്ചപ്പോഴും, യേശുവിൻ്റെ മരണസമയത്തും അനേക പീഡനങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടതായിട്ട് വന്നു. അതിലെ പകുതി മുക്കാലത്തോളം യേശുവിന് മാനസികമായ സമ്മർദ്ദങ്ങളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ യേശു അവിടെ എന്താണ് ചെയ്തത്? തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഓർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി. അതുപോലെ നാം ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്ത് നിന്ന് പല
പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഉണ്ടായേക്കാം. ഹല്ലേലൂയ. ചിലപ്പോൾ അത് യേശു നമ്മുടെ ദൈവമാണ് എന്നുള്ള കാരണത്താലായിരിക്കാം. ചിലപ്പോൾ ആ ദൈവത്തിന് വേണ്ടി നാം ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ വിടിഞ്ഞ് യേശുവിന് വേണ്ടി ഓടുന്ന ആ കാരണത്താലാകാം. എന്ത് കാരണത്താലാലും ഈ ലോകത്ത് നിന്നുള്ള പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും നമുക്ക് നേരിടുമ്പോൾ നാം നോക്കേണ്ടത്, നാം ധ്യാനിക്കേണ്ടത് ആരെയാണ്? ഈ അപമാനമൊക്കെ അലക്ഷ്യമാക്കി നമുക്ക് വേണ്ടി മരിച്ച, ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ആ യേശുവിനെയാണ്. ഹല്ലേലൂയ. നാം ആ ദൈവത്തിനു വേണ്ടി ഓടേണ്ടിയിരിക്കുന്നു. ആമേൻ. ഈ ഭൂമിയിലെ ഓട്ടക്കാരെയെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ അവർ അവരുടെ രാജ്യത്തിനു വേണ്ടി ഓടുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വർഗരാജ്യത്തിനു വേണ്ടി ഓടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആ വിളിയുണ്ട്. ഹല്ലേലൂയ. നാം ഓടുമ്പോൾ എങ്ങനെയാണ് ഓടേണ്ടത്? ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് വേണം നാം ഓടാൻ. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് വേണം നാം ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങാൻ. പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കുകയല്ല. ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഉള്ളപ്പോഴും നാം ദൈവത്തിന് വേണ്ടി ഇറങ്ങണം. പക്ഷേ ഈ ഭാരവും ഈ പാപവും എല്ലാം വെച്ചുകൊണ്ട് നാം അത് ചിന്തിച്ചുകൊണ്ട് അതിൽ ഡിസ്കറേജ്ഡ് ആയിട്ട് ഇരിക്കുവാനല്ല. നമുക്കറിയാം, ഈ ഭൂമിയിലെ ഓട്ടക്കാർ അവർ ഓടുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ഭയങ്കര ഭാരമുള്ള വസ്ത്രങ്ങളൊന്നുമല്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള, അവർക്ക് ഓടാൻ പറ്റുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. അതുപോലെ ഈ ലോകത്ത് നമുക്ക് വീട്ടുകാര്യത്തെക്കുറിച്ച്, അങ്ങനെ നമ്മുടെ ഭാവി കാര്യത്തെക്കുറിച്ചുള്ള പലവിധമായ ഭാരങ്ങളും വിട്ട്, ആ പാപവും വിട്ട് നാം ദൈവത്തിന് വേണ്ടി ഓടണം. ആമേൻ. കൊറിയയിൽ ഒരു സ്പോർട്സ് മത്സരം നടക്കുമ്പോൾ മനോരമ പത്രത്തിൽ ഒരു വാർത്ത വന്നു. തളർന്നിട്ടും തളരാത്ത സ്വർണ്ണ റാണി എന്ന തലക്കെട്ടിൽ മനോരമ പത്രത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി. അത് PT ഉഷയെക്കുറിച്ചായിരുന്നു. ആ നാളുകളിൽ PT ഉഷയ്ക്ക് ഒന്നിനു പിറകെ ഒന്നായിട്ട് മത്സരങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം PT ഉഷയ്ക്ക് അനേക മത്സരങ്ങൾ ഒത്തുചേർന്ന ഒരു ദിവസം തന്നെ വന്നു. അങ്ങനെ അവർ 100 മീറ്റർ ഓടി ഭയങ്കര ക്ഷീണിച്ചു പോയി. അങ്ങനെ ഓടി ഓടി തളർന്ന ആ PT ഉഷ തൻ്റെ കോച്ചായ നമ്പ്യാരുടെ തോളിലേക്ക് വീഴുകയുണ്ടായി. ആ കണ്ണിൻ്റെ നനവെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ആ കോച്ച് ഇങ്ങനെ പറഞ്ഞു, നീ നന്നായി ഓടി. അദ്ദേഹത്തെ അവിടെ പ്രശംസിച്ചു. എന്നിട്ട് PT ഉഷ ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് അടുത്ത മത്സരത്തിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫ്രഷ് ആകുവാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവർ ഒന്ന് ഫ്രഷായി തിരിച്ചു വന്നു. പിന്നെയും 400 മീറ്റർ ഫൈനലിന് റിപ്പോർട്ട് ചെയ്യുവാനായി പിന്നെയും തിടുക്കത്തിൽ ഓടിപ്പോയി. അങ്ങനെ ആ മത്സരവും ഓടി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, PT ഉഷയും ഈ ലോകത്തിലെ ഓട്ടക്കാരും എല്ലാവരും ഓടുന്നത് കേവലം സ്വർണത്തിനും പൊന്നിനും വെള്ളിക്കും പേരിനും പ്രശസ്തിക്കും, പോകട്ടെ അവരുടെ രാജ്യത്തിനും വേണ്ടിയാണ്. പക്ഷേ അവർ അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ അവരുടെ വേല അവർ ചെയ്യുന്നു. ചിലപ്പോൾ ഈ ഓട്ടക്കാരെ എല്ലാം ഇവർ ഏത് രാജ്യത്തിനു വേണ്ടി സ്വർണവും മെഡലുകളും ഒക്കെ വാങ്ങിക്കൂട്ടിയോ ആ രാജ്യം ഇവരെ എപ്പോഴും ഓർത്തിരിക്കണമെന്നില്ല. ലോകം ഇവരെ മറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർ അത്രയും ആത്മാർത്ഥതയോടെ അവർ തളർന്നിട്ടും തളരാതെ അവർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അവർ പരിശ്രമിക്കുന്നു. അവരുടെ രാജ്യത്തിനു വേണ്ടി അവർ പരിശ്രമത്തിലാണ്. പ്രിയമുള്ളവരെ, നാം സ്വർഗരാജ്യത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവർ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ നാം നമ്മുടെ സ്വർഗരാജ്യത്തിനു വേണ്ടി എത്ര മെഡലുകളെ, എത്ര ആത്മാക്കുകളെ നാം നേടുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. ആ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പലരും ദൈവത്തിനു വേണ്ടി ഓടുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ വിളിയെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഓട്ടം തുടങ്ങുന്നു. പക്ഷേ ആ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് അവർ ഡിസ്കറേജ്ഡ് ആകുന്നു. ഈ ലോകത്തിലെ പലവിധമായ ഭാരങ്ങൾ നിമിത്തം, പാപങ്ങൾ നിമിത്തം അവർ ഡിസ്കറേജ്ഡ് ആകുന്നു. അവർക്ക് ഇനി മുൻപോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. ആദ്യമൊക്കെ ഓടി, പക്ഷെ പകുതി വഴിക്ക് ആ ഓട്ടം നിർത്തുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇനി അങ്ങോട്ട് പോകത്തില്ലെന്ന് അവർക്ക് ചിന്ത വരുന്നു. ആ സമയത്താണ് നാം ആരെയാണ് ചിന്തിക്കേണ്ടത്? യേശുവിനെയാണ് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന
ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ദൈവത്തിനു വേണ്ടി ഓട്ടം തുടങ്ങി അതിൻ്റെ പകുതി വഴിക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഓട്ടം, നിങ്ങളുടെ അധ്വാനം ആരും കാണുന്നില്ല എന്ന ചിന്ത നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളത് വ്യർത്ഥയാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. യേശു എല്ലാം അറിയുന്നു. അവൻ അറിയുന്നു നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം. ഹല്ലേലൂയ. നിങ്ങളുടെ കടഭാരത്തിൻ മധ്യയിലും നിങ്ങൾ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്നതും ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് കൊടുക്കുന്നതും ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ ശാരീരികമായ ബലഹീന അവസ്ഥകളിലും നിങ്ങൾ ദൈവത്തിനു വേണ്ടി ഓടുന്നത് ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ യേശുവിന് വേണ്ടി ഒരു കസേരയെങ്കിലും തുടച്ച് പറക്കിയിട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗം അത് എണ്ണിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ മനുഷ്യരാരും അത് കണ്ടു കാണില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നതെല്ലാം പാഴാണ്, ശൂന്യമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ യേശു എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ കോച്ചായ, നിങ്ങളുടെ രക്ഷകനായ യേശു കർത്താവ് നിങ്ങളുടെ കണ്ണീർ ഒപ്പിയെടുക്കുന്ന ദിവസം ഏറ്റവും വിദൂരമായിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് നിങ്ങളെ മാറോടണയ്ക്കുന്ന ഒരു ദിവസം അതിവിദൂരമാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ശരീരം തളർന്നിരിക്കാം, പക്ഷെ മനസ്സ് തളരാതെ മുൻപോട്ട് പോകുക. യേശു കർത്താവ് നിങ്ങളുടെ ഒപ്പമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ മേൽ വരും. കൊലോസ്യർ 1:29 ഇങ്ങനെ പറയുന്നു, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. നമ്മിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ വ്യാപാര ശക്തി നാം ആർജിച്ചെടുക്കണം. ആമേൻ. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ആമേൻ. ഹല്ലേലൂയ. ഓട്ടത്തിൻ്റെ പകുതിക്ക് വെച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിലല്ല, മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ 2 തിമോഥെയോസ് 4:7-8 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ നാമും നല്ല പോർ പൊരുതണം. ആമേൻ. നമുക്ക് ദൈവം വെച്ചിട്ടുള്ള നമ്മുടെ ഓട്ടം തികയ്ക്കണം. നമുക്ക് നീതിയുടെ ഒരു കിരീടം നമുക്ക് പ്രതിഫലം വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് ഈ ഭൂമിയിലല്ല, ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, അത് സ്വർഗത്തോളം നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. അതിനാൽ ആ ദൈവം നിങ്ങളുടെ മേൽ വെച്ചിട്ടുള്ള വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ അന്ത്യകാലത്തിൽ ക്രിസ്തു എന്ന പാറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ മറക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവവചനം കേട്ടത് ഞങ്ങൾക്ക് ആശ്വാസമായ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ വീണ്ടും നമുക്ക് അല്പസമയം കൂടെ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനായിട്ട് എൻ്റെ പിതാവായ ബ്രദർ സാം ഡേവിഡിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ പകൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി വൈകവേളയിൽ കർത്താവിൻ്റെ തിരുനാമ മഹത്വത്തിനൊത്തവണ ലെവൽ കൂടി നിങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, പാട്ടുകൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ എല്ലാം നല്ല ദാനത്തെ ഓർത്ത് നന്ദിയോടെ വാഴ്ത്തു സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം കരുതിയ ദൈവം, ഇത്രത്തോളം നടത്തിയ ദൈവം, ഇത്രത്തോളം ശക്തനായ ദൈവം, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ അധികാരമുള്ള നാമം ഇന്ന് ഭൂമിയിൽ വെളിപ്പെട്ട് വരുന്ന സമയം ഏറ്റവും അടുത്തു പോയി. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അധികം ഹല്ലേലൂയ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അവൻ്റെ മഹത്വം കണ്ടുണരുവാൻ പ്രിയ പൈതൽ നിന്ന് കേട്ടതുപോലെ ഹല്ലേലൂയ ആ വചന ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് അല്പസമയം ഹല്ലേലൂയ ചിന്തിക്കാം. ആ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിനായി, അവൻ്റെ മഹത്വം നമ്മുടെ മേൽ വ്യാപരിക്കുന്നതായി ഇന്ന് പകൽ പറയുവാനുണ്ട്. ഈ വൈകവേളയിൽ ഇടിയങ്ങൾക്ക് പറയാനുണ്ട്.
പറയാനുണ്ട്, യേശു എന്നിലും നിന്നിലും ജീവിക്കണം. യേശു ജീവിച്ചാൽ മാത്രമേ ലോകത്തിൽ ലോകത്തിൻ്റെ പ്രവൃത്തികളെ എതിർത്ത് നിൽപ്പാൻ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെന്ത് വേണം? ഹല്ലേലൂയ, അഭിഷേകം വേണം. അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. വചനം എങ്ങനെ പറയുന്നു? അന്യഭാഷകളിൽ സ്തുതിക്കുന്നത് ദൈവമായി മർമ്മങ്ങളെ സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വൈകവേളയിൽ അന്യഭാഷകളിൽ സ്തുതിപ്പാൻ, അന്യഭാഷകളിൽ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, സർവശക്തനായ ദൈവമായി സംസാരിപ്പാൻ എനിക്കും നിനക്കും തന്നിരിക്കുന്ന ആ വലിയ ശ്രേഷ്ഠ പദവിയെ നിങ്ങൾ അധികാരത്തോടെ ഏറ്റുവാങ്ങിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമം, യേശുവിന്റെ അധികാരമുള്ള നാമം. ഇങ്ങനെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകാം. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ഹല്ലേലൂയ, അതിന്റെ 1-ാം അധ്യായം, ആമീൻ ആമീൻ, 17 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലവത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആവരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതുമെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പൗലോസ്, ഹല്ലേലൂയ, ആമീൻ, എഫെസ്യർക്ക് അത് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, എഫെസ്യ സഭയ്ക്ക് ഇന്ന് ആയിരിക്കുന്ന സഭകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, എഴുതിയത്, പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, അവന്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയുക. അവന്റെ അളവറ്റ വലിപ്പം, ആ കർത്താവിന്റെ അളവറ്റ വലിപ്പം നിനക്കത് അളപ്പാൻ കഴിയത്തില്ല, നിനക്കത് നോക്കുവാൻ കഴിയത്തില്ല. അത് അളവറ്റ വലിപ്പം, നിന്നെ അളന്ന് തീർക്കാൻ കഴിയത്തില്ല. അവന്റെ മഹത്വമെന്ന അളവറ്റ വലിപ്പം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത്, ഇന്ന് നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്നത്, വെച്ച് നോക്കുവാണെങ്കിൽ അവന്റെ വാക്കാൽ, അവന്റെ വചനത്താൽ, അവന്റെ ശക്തിയാൽ, അവന്റെ വായിൽ നിന്ന് വന്നത് ഉണ്ടാകട്ടെ അരുളി ചെയ്തത്. ഓ സകല ചരാചര സൃഷ്ടിയെയും അകലത്തെയും അവൻ വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും, ഓ റിബന ശംദര ബൗഡാനബല, സൂര്യനെ ചന്ദ്രനെയും എന്ന് പറയേണ്ട സകല ചരാചര സൃഷ്ടികളെയും മൃഗജാതികളെയും ഭക്ഷ്യാദികളെയും എല്ലാം വിളിച്ചു വരുത്തി. ഈ ഭൂമിയെ നിറപ്പാൻ തക്കവണ്ണം അവൻ ഒരുക്കെങ്കിൽ അവന്റെ അളവറ്റ വലിപ്പമെന്തെന്ന് ഈ വൈകവേള നിങ്ങളൊന്ന് തിരിച്ചറിയണം. പ്രിയ ദൈവമക്കളെ, അത് അറിയാത്തവരായി മൂഢജനമായി തീരരുത്, തീർന്നു പോകാൻ ഇടവരുത്തരുത്. യേശു ആരാണെന്ന്, അല്ലെങ്കിൽ ദൈവം, യഹോവയാ ദൈവം ആരാണെന്ന് അവനെന്ന് തിരിച്ചറിയണം. ഇവിടെ നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, ആമീൻ ആമീൻ ആമീൻ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആവരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശ്വസിക്കുന്ന, ആമീൻ, നമുക്ക് വേണ്ടി. നീ അവനെ വിശ്വസിക്കുന്നുവോ? നീ അവനെ കാണുന്നുവോ? അവന്റെ ഹൃദയം എന്തെന്ന്, അവൻ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നുവോ? അങ്ങനെങ്കിൽ വിശ്വസിക്കുന്നവനെ, ഹല്ലേലൂയ, ആമീൻ, അവൻ എന്ത് ചെയ്യാൻ തുറന്നു കാട്ടുന്നത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അതിന് പൊടുപ്പ് തങ്ങളൊന്നും വിളിച്ചു പറയേണ്ട കാര്യമില്ല. എന്റെ യേശു ആരാണെന്ന്, അവന്റെ അളവെന്താണെന്ന്, അവന്റെ വലിപ്പം എന്താണെന്ന്, അവൻ മഹാസൃഷ്ടിയുടെ അധികാരം എന്താണെന്ന് നീ ഒന്ന് തിരിച്ചറിയുമ്പോൾ, ഈ വൈകവേളയിൽ എനിക്ക് നിനക്ക് വേണ്ടി ഒരുവനുണ്ട്. അവനെ നീ അളന്ന് തീരുവാനൊക്കത്തില്ല. അത് അവന്റെ മർമ്മങ്ങളെ നീ സംസാരിക്കണം. അവനുമായി അന്യഭാഷകളെ നീ ആരാധിക്കുമ്പോൾ ആ മർമ്മങ്ങൾ നിന്റെ മേൽ, ആമീൻ, എങ്ങനെ ഒരു ജീസസ് ഒരു ബോർഡിൽ കൂടെ അവൻ ഈ അന്തരീക്ഷത്തിൽ കൂടെ സകല നിന്റെ മേൽ ഇറങ്ങി വരുന്നത് പോലെ ഈ വൈകവേളയിൽ ധരിക്കും നിനക്കും പറയാൻ ആശയുണ്ട്. അവന്റെ അളവറ്റ വലിപ്പമെന്ത് നമുക്ക് നോക്കാം. അധ്യായയുടെ സുവിശേഷം, ഹല്ലേലൂയ, ആമീൻ ആമീൻ, ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും. സ്വോത്രമേ സ്വോത്രമേ സ്വോത്രമേ. അതിന്റെ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ മലയിൽ നിന്നും ഇറങ്ങിയാറെ വളരെ പുരുഷാർ അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധമാക്കുവാൻ കഴിയും.
എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. അവന് തിരിച്ചറിയാം, ഹല്ലേലൂയ, അവൻ യേശുവാണെന്ന് കണ്ടപ്പോൾ അവൻ യേശു പോകുന്നു. ഹല്ലേലൂയ, അവൻ തിരക്കി, തിരക്കി തിരക്കിനിടെ യേശുവാണെന്ന് അവൻ അറിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവൻ പറഞ്ഞത് ആമീൻ 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 ആമീൻ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ യുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അത്ഭുതമാനായവൻ, അതിശയമാനായവൻ, അധികാരമുള്ളവൻ, സകലത്തിന്റെ ഉടയവൻ, സകല സൃഷ്ടിയുടെ മഹത്വമുള്ളവൻ ഇന്ന് വൈകവേളയിൽ ഹല്ലേലൂയ എനിക്ക് നിനക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ അവന്റെ വലിപ്പത്തെ പറഞ്ഞു തീരാൻ കഴിയാത്തതുമായ വലിയ ശക്തി. ഓ ആത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ആ കർത്താവിന്റെ പാദമെടുത്ത് നിൽക്കുമ്പോൾ അവനിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയും. ഇവിടെ ആ കുഷ്ഠരോഗി ആമീൻ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവനെ വന്നൊന്ന് നമസ്കരിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ, അവൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. ഹല്ലേലൂയ, എനിക്കും നിനക്കും കുഷ്ഠരോഗിയെ കാണുമ്പോൾ അവരെ തൊടാനും രോഗികളെ കാണുമ്പോൾ അത് എനിക്ക് മേൽ ആമേൻ പകരുമെന്ന് പറഞ്ഞ് നമ്മൾ പലതും മടിക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ കുഷ്ഠരോഗി എന്ന് തൊട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വൈകവേളയിൽ ആമീൻ ആമീൻ ആ യേശുവിനെ പോലെ ഒന്നായിക്കൊണ്ട് നീ ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കേ. അവരുടെ ഹിതം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നവരുടെ ഹിതത്തിനൊത്തവണ്ണം നീ യേശുവിനൊന്ന് തുറന്നു കാണിക്ക്. അങ്ങനെയെങ്കിൽ അവന്റെ അവളപ്പറ്റ വലിപ്പം നീ നിന്നെ മേൽ വ്യാപരിക്കുന്നത് മറ്റുള്ളവർക്ക് പകരുവാൻ കഴിയും. അവിടെ ആമീൻ ആമീൻ താഴോട്ട് വായിക്കുമ്പോൾ അഞ്ചാം വാക്യമ്പോൾ മഹവർന്നുപോയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവനവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കും. ഹല്ലേലൂയ, എത്ര മഹത്വമുള്ള വചനം, എത്ര അധികാരമുള്ള അത്ഭുതം, അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ അത്ഭുതമാനവനെ കണ്ടപ്പോൾ തന്നെ ജനം കൂടി വന്നു. ആ സദാധിപന്റെ ആഗ്രഹപ്രകാരം ഞാൻ വന്നവനെ സൗഖ്യമാക്കും. അവന്റെ വലിപ്പം എന്തെന്ന് ആ സദാധിപൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ വൈകവേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വെറും വെളുപ്പും തൊങ്കലും ചേർത്ത് പറയുന്നതല്ല എന്റെ യേശുവിന്റെ വലിപ്പം എന്തെന്ന്, യേശുവെ നിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ വലിപ്പം എന്തെന്ന് നീ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലായിരിക്കുന്ന ആ സ്വർഗീയ അഭിഷേകത്തിന്റെ ആ സ്വർഗീയ യേശുവിന്റെ ആ ശക്തി എന്തെന്ന് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ നീ അടങ്ങിയിരിക്കത്തില്ല, തുള്ളിച്ചാടി അധികാരത്തിന്റെ അഗ്നിയായുള്ളവനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുവാൻ ഇടയാകും. ഇവിടെ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ ചെയ്ത അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ഹല്ലേലൂയ അതിന്റെ ആമീൻ ആമീൻ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. പിന്നെ യേശു സദാഭിനോട്, നീ പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന് ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ, യേശു പറഞ്ഞ മാത്രയിൽ തന്നെ, യേശു തൊട്ടപ്പോൾ തന്നെ, യേശുവിന്റെ ശബ്ദം പറഞ്ഞപ്പോൾ തന്നെ പ്രവർത്തിച്ചെങ്കിൽ ഈ വൈകവേളയിൽ പറയട്ടെ, ആ യേശുവിനെ നിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ ആ വലിപ്പം, അളവറ്റ വലിപ്പം, തീരാത്ത ആ ശക്തിയായ വലിപ്പം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ സ്വർഗ്ഗപിതാവിനെ ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും ദൈവവചനം അവൻ പലരും കേൾക്കുവാൻ മടിക്കുമ്പോൾ വചനത്താൽ മാത്രമേ വിടുതലുള്ളൂ, വചനത്താൽ മാത്രമേ ശക്തിയുള്ളൂ, വചനത്താൽ മാത്രമേ അത്ഭുതമുള്ളൂ, വചനത്താൽ മാത്രമേ നിറവുള്ളൂ. കാരണം വചനമായവനാ നസ്രേനായ യേശു. അവന്റെ വാക്ക ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് 6 ദിവസവും സകലത്തെ വിളിച്ചു വരുത്തി നിറച്ച്, ഇന്ന് ഞാനും നീയും വസിക്കുന്ന ഭൂമിയെ നിറച്ചെങ്കിൽ, അത് രണ്ടായി തിരിച്ചെങ്കിൽ, ആ മഹത്വം ഇന്ന് ഭാഗ്യവേളയിൽ നമ്മൾ പ്രാപിച്ചുണരണം. ആ ശക്തി നമ്മുടെ മേൽ പ്രാപിച്ചുണരണം. ഹല്ലേലൂയ നീട്ടി സുവാനുള്ളതല്ല, എൻ്റെ യേശു എന്നിൽ നിന്നിൽ വസിക്കുന്നെങ്കിൽ ഈ ഭാഗ്യവേളയിൽ നമുക്ക് ആമീൻ ആ യേശുവിനെ തുറന്ന് കാട്ടാം. യേശുവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ൂരി ബലവനവ രുദരേരഹസ്യാലവ
സന്ദരേരികസേ ഓ അവരെ ശംഭവ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആ കർത്താവിനെ അൽ മതി, ആ മഹത്വമുള്ള രാജാവിനെ അൽ മതി. നിന്റെ ജീവിതത്തിലും നിന്റെ നടപ്പിലും നിന്റെ പോക്കലും അല്ലല്ലോ നിന്റെ പ്രവൃത്തിയിലും നിന്റെ മഹത്വമുള്ള ആ ശക്തിയായ അധികാരമുള്ളവനെ, ആ വലിപ്പം എന്തെന്ന് തിരിച്ചറിഞ്ഞവനെ, ഹലോ നിന്നെ മേൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ അക്കമണ വരിക്കവനെ അട്ടുകാരൻ പറഞ്ഞ പോലെ യേശു മതി, ഹലോ ആ സ്നേഹം എനിക്ക് മതി, ഹല്ലേലൂയ ആ മഹത്വം നിനക്ക് മതി, ആ മഹത്വത്തിന്റെ ശക്തിയായവനെ നീ സ്തുതിച്ചാൽ മതി. ആ കൃപ വ്യാപരിക്കുന്നതിനായി ഹല്ലേലൂയ ആ സാന്നിധ്യം എന്തെന്ന് നീ ഒന്ന് തിരിച്ചറിയണം. ആ സാന്നിധ്യത്താൽ നീ ഒന്ന് നിറയണം. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഓ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖവൻ, ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയരേ. തേജസ്സേഴും നിൻ മുഖമൻ, ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൽ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലം എന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമൻ, ഹൃദയത്തിൻ ആനന്ദമേ. എന്നെ കേൾക്കുന്ന ഒരല്പസമയം 1-2 മിനിറ്റ് അന്യഭാഷകളിൽ നമുക്ക് സ്തുതിക്കാം. ഓ ജീസസ് അന്തരേ രഹസ്യാര ബൗഡാലവന അന്തല ദിരബല ബൗദാലഗസ്തന്തരേരിഗരബ ഓ റിബബബബബ അസ്തരേരിഗല സന്തരേരിഗബല ബൗഷന്തര ഉടവന ഗദരദിഗവന ഗടഗസ്തിയ. ഉടയട്ടെ ഹൃദയങ്ങൾ ഉടയട്ടെ. എന്നെ കേൾക്കുന്ന മേൽ എന്റെ യേശുവിന്റെ ശക്തി ആവരിക്കട്ടെ. ഓ റിബാ സന്തരാസ അസ്തരേല ഗസ്തിയാല ബൗഡാലവന വലബക്ഷന്തല ഉദരബല ബൗഡാന വലബസ്തിയ. ജൽപ്രാത്തുള്ള ആരാധനയല്ല, ആ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് യേശുവിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. അധികാരത്തിന്റെ അഗ്നിയായി ഹല്ലേലൂയ. ഓ പാട്ടുകാരൻ അറിഞ്ഞതുപോലെ ഹല്ലേലൂജി മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമൻ, ഹൃദയത്തിൻ ആനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ
പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമന്തി ബലമൻ റന്ദസേലേനെ രാഗസൂരി ബലമന ബബ രാസന്ധേരേ രുദമനസേ ലഗന സന്ദേരി ബാനോ രാസേഹിലോ ലിബാനാലോ നദീനസഗേലിഹദേ ആവരിക്കുന്ന ശക്തി ദേരെ സാഹേലോ റിബസ്താരേ നാരസേലേ റംദേഹേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിൻ ആനന്ദമേ, ഹൃദയത്തിൻ ആനന്ദമേ. തലകളെ വണക്കിക്കാട്ടെ. ആ സർവശക്തി ഇന്ന് പകൽ അല്ല നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ തേജസ്യ അളവറ്റ വലിപ്പം, ഓ നിന്നിൽ വ്യാപരിക്കുന്ന അളവറ്റ വലിപ്പം മറന്നു പോകരെ. ആ ശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം എന്നിൽ നിന്നിലും വ്യാപരിക്കുന്ന യേശുവിന്റെ അളവറ്റ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ ശക്തി അലൽ വാട്ടുകാരൻ പറഞ്ഞതുപോലെ ആരാധിപ്പാൻ യോഗ്യനായവൻ, ആ തേജസ്സായവനെ, ആ തേജസ്സിന്റെ മുഖം കണ്ടവനെ അലലു ആ യേശുവിനെ മതി എന്ന് നിന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞു നോക്ക്. അധികാരമുള്ളവൻ അലലു കാക്കയെ അയച്ചവൻ, ആഹാരം തന്നവൻ, ഓ അത് ചൂരച്ചെടിയുടെ തണൽ അത് ചെന്ന് ഓ ഹരിച്ചാൽ കൊള്ളാമെന്നും ആ ഭക്തൻ അല്ല ഇരിക്കുമ്പോൾ അൽ വചനത്തിന്റെ ശക്തി അവന്റെ മേൽ അലലു വ്യാപരിക്കുവാൻ ആ കാക്ക വിട്ടെങ്കിൽ ഇന്ന് വയറസൽ ഈ രാവിലെ സമയം ഞാൻ പറയട്ടെ, ഓ റിഭാഷ ഈ വൈകവേളയിൽ അവന്റെ അത്യന്ത ശക്തി ഒന്ന് പ്രാപിക്കണം. അല്ല വെറുതെ അൽ പാട്ടുകളെ രസിച്ച് അല്ല കടന്നു പോകുന്നല്ല, എന്റെ യേശുവിന്റെ അളവറ്റ വലിപ്പം എന്റെ ഹൃദയത്തിലേക്ക് തട്ടുവാൻ. ഓ ശംദലാര പൗഡാന വസ്യാര പൗഡന വദികവല റൂപന പൗഡാല ബല 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 റീമന പൗഡല ബല 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 ഏസനാന്തരേദികല പൗഡാലവ അലലു ആ വചനമായവൻ അലലു ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തവൻ അകലതും അലു ഇറങ്ങി വന്ന് സ്വന്തം കൈകാൽ ഒരു വീട് മണ്ണെടുത്ത് സ്വന്തം സാദൃശ്യ സ്വരൂപത്തിലും അലലു അമേ എന്നെ നിന്നെ മെനഞ്ഞെടുത്തെങ്കിൽ അലലൂയ. ഓ ഇത് 2020 വർഷങ്ങൾക്ക് മുന്നേ ആ പാപത്തെ മോചിപ്പാൻ ഓ ഒരു കുഞ്ഞാടിനെ പോലെ അർക്കാൻ കണ്ടുപോകുന്ന റോമൻ കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മിണ്ടാതെ നിന്ന് എനിക്ക് നിനക്ക് വേണ്ടി ആ കഷ്ടം മുഴുവനും സഹിച്ച് കാൽവരി മലയോളം അലലു വെച്ച് വിറച്ച് വീട് എഴുന്നേറ്റും കുന്തക്കൊള്ളുള്ള കുത്തി ചാട്ടമാറാടി ഏറ്റുവാങ്ങിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ അക്കവണ്ണം മനസ്സ് കാട്ടിയവൻ. ഓ ശംബലാബ അലലു അതാ പറയുന്നത്, നിൻ കണ്ണിൽ റംദോരേ ദുരസന്ദരേ ലഹേനേ. പ്രിയ ദൈവമക്കളെ, ആ കർത്താവിന്റെ സ്നേഹമെന്ന് രുചിച്ചറിയണം. അലലു ആമീൻ. അലലു എന്നെ വിളിച്ചു വേർതിരിച്ചവൻ അവൻ വിശ്വസ്തനെന്ന് തിരിച്ചറിയുമ്പോൾ അലലു അവന്റെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ എന്നെ കേൾക്കുന്ന അലുവേറിയ വചന ചെറിയ വാക്കുകൾ ആ വചനമായി അലലു വന്നിരിക്കുന്ന വ്യാപരിക്കുന്നതിന്റെ മഹത്വമുള്ള ശക്തിയായി ഈ വൈകവേളയിൽ അല ഉണരുവാൻ പോകുക. എന്ന് വെറുതെ പറയുമല്ല. ആ ശക്തി ഓടുന്ന പായുന്ന വചനം അലലു എന്നെ കേൾക്കുന്നവരുടെ മേൽ അൽമതി ആവരിക്കട്ടെ. അലലു അവരെ ഏത് പ്രവൃത്തിയിലായാലും അവരുടെ മനസ്സിന്റെ ഭാരങ്ങൾ വിട്ടുമാറട്ടെ. അവരുടെ ഹൃദയത്തിനുള്ള തുറക്കട്ടെ. വർഗത്തിലെ മഹത്വം അവരുടെ മേൽ ഇറങ്ങട്ടെ. അടഭാരത്താൽ ജനിക്കുന്നവരുടെ മേൽ അലു അധികാരത്തിന്റെ ശക്തി ആവരിക്കട്ടെ.
മഹാപരിശുദ്ധനാം ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടികളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ ഈ വൈവടയിൽ അടികളിൽ നിന്ന് കേട്ട സവചനം വചനത്തോടി വിടുതൽ ഓടുന്ന പായുന്ന അതിവേഗം പ്രവർത്തിക്കുന്ന വചനം ഈ വൈകവേളയിൽ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടികളെ ഏൽപ്പിക്കുന്നു. സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി പാദപീഠം, പൊന്നു പാദപീഠം അടികൾക്ക് വേണ്ടി ഒരുക്കി തന്ന അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ, ഞങ്ങളുടെ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് തന്ന എല്ലാ ദാനത്തെയും ഓർത്ത് സ്തുതിക്കുന്നു. ഈ ലൈവിൽ കൂടി അടികളെ കാണുന്ന നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ മഹത്വം കണ്ടുണരുവാൻ, ആ വലിപ്പം എന്തെന്ന് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം എന്തെന്ന് തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയങ്ങളെ ദൃഷ്ടിയെ തുറക്കണമേ. സർവശക്തനാ ദൈവമേ, അധികാരമുള്ള ശക്ത നിന്റെ മഹത്വം അവരുടെ മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. അപ്പാ ഇല്ല കേൾക്കുന്നവർ സുശേഷത്തിൽ പറഞ്ഞതുപോലെ കുഷ്ഠരോഗിയായത് സദാധിപൻ അവന്റെ ബാലക്കാരനെ കൊണ്ടുവന്നത് എല്ലാം കേൾപ്പാനിടയായി. ഒരുപാട് പറയാനുണ്ട്, ഒരു പുസ്തകത്തിൽ വെടി തീരാതെ വണ്ണം എന്റെ യേശു ചെയ്ത അത്ഭുതങ്ങളെ പറയാനുണ്ട്. എന്നാൽ ഇപ്പോൾ അവരിൽ വ്യാപരിച്ചത്, അങ്ങ് തൊട്ടത്, കേൾക്കുന്ന രോഗത്താൽ ഭാരത്താൽ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ അങ്ങയുടെ ശക്തി, ആ കരം അവരുടെ കരമല്ല, അങ്ങയുടെ കരം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ സകല രോഗാൽപ്പാവിന്റെ ശക്തി. ആ മഹത്വം അധികാരത്തോടെ വ്യാപരിക്കുന്ന കൃപയ്ക്കായി അടിയനത് അടിയന്റെ ശരീരത്തിൽ കാണുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പിച്ച യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൃപയ്ക്കായി സ്വർഗ്ഗപിതാവേ, അനേകവരൊക്കെ യൗവനക്കാര് വിവാഹപ്രായമായവരുണ്ട്. തക്ക തുണെ കൊടുത്തവൻ, അധികാരമുള്ളവൻ ആദാമിനെ ഉണ്ടാക്കി ആ തക്ക തുണെ ഒരു ഗാഠനിദ്ര കൊടുത്ത് തക്ക തുണെ കൊടുത്തതുപോലെ എന്റെ യേശുവിന്റെ നാമത്തിൽ അനേക യൗവനക്കാരുടെ അൽക്കമാനധികം അക്ക തുണയെ ഒരുക്കി കൊടുക്കണം. പഠിപ്പാൻ സ്കൂളുകളിൽ കോളേജുകളിൽ കടന്നു പോകാൻ കഴിയില്ല എങ്കിലും പഠിക്കുന്ന വൈദ്യങ്ങളുണ്ട്. യേശുവിന്റെ മഹത്വം അവരുടെ മേൽ ഇറങ്ങി ആരോഗ്യം, സൗഖ്യം, ബുദ്ധി, ജ്ഞാനം പകർന്നാട്ടെ. അസലോമൻ കൊടുത്ത് ജ്ഞാനം യേശുവിന്റെ നാമത്തിൽ പകരണമേ. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. അതാൽ അങ്ങ് സമ്പന്നനായിരിക്കാൻ, അങ്ങ് സമൃദ്ധയുടെ ശക്തനായിരിക്കാൻ ആ മഹത്വം സ്വർഗത്തിലെ ഭണ്ഡാരത്തിന്റെ കലവരെ തുറന്ന് ആരിദ്രങ്ങൾ മാറിപ്പോകട്ടെ, അടഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, ആ കൊണ്ടുകൾ നിറയട്ടെ. യേശുവിന്റെ മഹത്വം അത് യേശുവിന് വേണ്ടി ചിലവാക്കുവാൻ അധികാരമുള്ള അഭിഷേകത്തിന്റെ ശക്തി അവരുടെ കലവറയിലേക്ക് നിറയട്ടെ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ സത്യവചനത്തിന്റെ വാക്ക് അവിടെ അനുഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിറയട്ടെ. പ്രകാരം വലിയ പ്രവൃത്തികളെ കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. സ്വർഗ്ഗപിതാവേ, നിന്റെ മഹത്വം അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മുഴുവൻ മറ്റൊന്നിലുമില്ല. യേശുവിന്റെ ശക്തിയുടെ മേൽ വ്യാപരിക്കുന്ന ആ നല്ല കൃപ, ആ വ്യാപരിക്കുന്ന അളവറ്റ വലിപ്പത്തിന് ഒത്തവണ്ണം യേശുവിന്റെ നാമത്തിൽ പകരുന്ന കൃപയ്ക്കായ സ്തോത്രം. ഹല്ലേലൂയ. ഇനി കാണുവോളം അങ്ങയുടെ ചിറകിന്റെ പറവിലടെ അണച്ചാട്ടെ. ജീസസ്, അങ്ങയുടെ മഹത്വം കണ്ടവരുടെ ശക്തി കൊണ്ട് നിറയ്ക്കും. സകലമാനവും മഹത്വവും അങ്ങയ്ക്ക്. അപ്പൊ പ്രാർത്ഥനകൾ യാചകൾ കൈക്കൊണ്ടത് കൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ജീസസ്. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ പാട്ടുകൾ അതുപോലെ ദൈവവചനമെല്ലാം കേട്ടിരുന്നു എന്നാൽ നിങ്ങൾക്കത് അനുഗ്രഹമായി തീരണം, അതുപോലെ ആശ്വാസമായി തീരണം. അതിന് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കണം. അതുപോലെ നമ്മളത് പ്രവൃത്തിയിലേക്ക്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് പ്രവൃത്തിയിലേക്ക്, വചനം കേട്ടുകൊണ്ട് ഇരിക്കുവാനല്ല, വചനം പ്രവൃത്തിയിലേക്ക് വരുത്തണം. ഹല്ലേലൂയ. യേശു അതാണ് ചെയ്തത്. യേശു വചനം പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുകയും കൂടി ചെയ്തു. പ്രവൃത്തിയിലൂടെയാണ് യേശു കാണിച്ചു തന്നത്. അതുപോലെ അപ്പോസ്തലന്മാരുടെ കാര്യം നമ്മൾ നോക്കിയാലും അതെല്ലാം പ്രവൃത്തിയിലാണ് വരുത്തിയത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിത്തീരണം. ഞങ്ങളെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഞങ്ങളുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കമൻസ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് വായിക്കുവാൻ ഒരുപാട് പേരുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് വായിക്കുന്നു. സിസ്റ്റർ അക്ഷിത, ബ്രദർ ജോൺ തോമസ്, ബ്രദർ ജോസ്, ബ്രദർ ബിജോയ്, അങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവരും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്, ഗ്ലോറി ടു ജീസസ് പത്തനാപുരം. പ്രത്യേക നിങ്ങൾ ഈ സൈഡിലായിട്ട് കാണുന്നുണ്ട് ജോബ് മീഡിയ എന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്. അത്
വേറെ ആരുമല്ല, ജോവിൻ തന്നെയാണ് കീബോർഡ് വായിക്കുന്നത്. ഈ ഒരു നിങ്ങൾ കാണുന്ന എല്ലാ ലേഔട്ടും അതുപോലെ എഡിറ്റിംഗ് എല്ലാം ചെയ്തേക്കുന്നത് ജോവിൻ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഓരോ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കൂടുതൽ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ സൗണ്ടിൻ്റെ കാര്യമായാലും എങ്ങനെയായാലും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ജോബിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ സഹോദരനെയാണ് ക്യാമറ ഡിഫറെൻറ്റ് പൊസിഷൻ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറ ഒറ്റ ക്യാമറ തന്നെയാണ്, അത് ഡിഫറെൻറ്റ് പൊസിഷനിലാക്കി അത് കൺട്രോൾ ചെയ്തത് എൻ്റെ സഹോദരിയാണ്, സെല്ലിനാണ്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സായ നിങ്ങളെല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും അറിയാം. സിസ്റ്റർ മഹിമയുണ്ടായിരുന്നു, സിസ്റ്റർ ഫേബയുണ്ട്, അവർക്ക് എക്സാം ആയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ ദിവസങ്ങളിൽ ലൈവിൽ കടന്നു വരാത്തത്. എന്നാൽ വീണ്ടും ഞങ്ങൾ കടന്നു വരുന്നതാണ്. പ്രത്യേക സ്നേഹ എല്ലാ ആഴ്ചയിലും മെസ്സേജ് പറയുകയും എല്ലാവർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. പ്രത്യേക സ്നേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ ലൈവുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആശ്വാസമായ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലൈവ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.